إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون ولو نشاء جعلناه أجاجا فلولا تشكرون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന മുത്തഖീങ്ങളായി ജീവിച്ചു ഭരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അള്ളാഹുവിൻ്റെ നിഅ്മത്തുകൾ, അതിന് പല പേരുകൾ ഖുർആനിൽ കാണാൻ പറ്റും. മലയാളീകരിച്ചാൽ അതിനൊന്നും അത്രയധികം വ്യക്തവും കൃത്യവുമായ പദപ്രയോഗങ്ങളോ അർത്ഥങ്ങളോ ഇല്ലാത്ത വിധം വിപുലവും വിശാലവുമാണ് അവ. ഉദാഹരണമായി നിഅ്മത്ത്, റഹ്മത്ത്, ബർക്കത്ത്, ഇതിനൊക്കെ സാങ്കേതികമായി അനുഗ്രഹം എന്നൊക്കെ പറയാമെങ്കിൽ പോലും പലതും വ്യത്യസ്തമാണ്. അതിൽ ചിലത് വിശ്വാസികൾക്ക് മാത്രം ആ വിശ്വാസത്തിൻ്റെ പേരിൽ അള്ളാഹു നൽകുന്ന അലിവും കരുണയും മാത്രമാണ്. ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَلَوْلَا فَضْلُ اللَّهِ عَلَيْكُمْ وَرَحْمَتُهُ. അള്ളാഹുവിൻ്റെ ഫളിൽ എന്ന് പറഞ്ഞാൽ ഔദാര്യവും അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നെങ്കിൽ, ഖുർആനിൽ എത്രയോ ഭാഗത്ത്, പ്രത്യേകിച്ച് സൂറത്ത് നൂറിലൊക്കെ ആവർത്തിച്ച് പറയുന്നതായി കാണാൻ പറ്റും. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും പ്രാധാന്യവും ഉള്ള ഒന്നാണ് മഴ എന്ന് നമ്മൾ പറയുന്നത്. ഖുർആനിൽ അൽ മത്തർ എന്നും വദ്ഖ് എന്നും മാ എന്നും ഗൈസ് എന്നും ഒക്കെ വ്യത്യസ്തമായ രൂപങ്ങളിൽ കൂടി പറയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ആ ഒരു ഘടനയ്ക്കനുസരിച്ചുള്ള വ്യത്യസ്തമാണ് എന്നും മനസ്സിലാക്കാൻ പറ്റും. മഴ എന്ന അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതും കേവലം നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികൾ എന്ന മാനദണ്ഡം വെച്ചുകൊണ്ടല്ല. അങ്ങനത്തെ ഒരു പരിഗണന അള്ളാഹുവിന് ഇല്ലതാനും. അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവനും കുഫർ ചെയ്യുന്നവനും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനും നിരാകരിക്കുന്നവനും നിഷേധിക്കുന്നവനും മഴ എന്ന സംവിധാനം അള്ളാഹു വ്യാപകമായി നൽകുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു എന്തെങ്കിലും ഒരു പരിഗണന വെച്ചാണ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും നിഅ്മത്ത് ചെയ്യുന്നത് എങ്കിൽ
മാ സഖാ മിൻ കാഫിരിൻ, ഒരു കാഫിറും ഈ ഭൂലോകത്തുനിന്ന് ഒരിറ്റു വെള്ളം ഇറക്കൂല. അപ്പൊ നമ്മൾ വിചാരിക്കും അത് കുപ്പി ബോട്ടിൽ കിട്ടൂല. ഇല്ല, അവനവന്റെ വായിൽ കിടക്കുന്ന നാവിലെ ഉമിനീര് കിട്ടുന്നത് പോലും അള്ളാഹുവിന്റെ നിഅ്മത്തിന്റെ ഭാഗമാണ്. ചുണ്ടുകൾ ഒട്ടിപ്പോകും, നാവ് വരണ്ടു പോകും, സംസാരത്തിന്റെ ശേഷി നിന്നു പോകും. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന്റെയും ഘട്ടത്തിലൂടെയല്ല. മഴയും സമൃദ്ധമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് അത് പ്രവചനാനുദിനമാണ്. പ്രവചിക്കാൻ സാധിക്കാത്ത വിധം അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ മില്ലിമീറ്റർ, അതിൻ്റെ വ്യാപനം ഒക്കെ വളരെ കൃത്യവും വ്യക്തവുമാണ്. നമുക്കൊക്കെ അറിയുന്നൊരു സൂറത്താണല്ലോ സൂറത്തുൻ നബ. അതിൽ അല്ലാഹ് പറഞ്ഞെന്താ, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, കുത്തിച്ചൊരിയുന്ന മഴ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഡയറക്റ്റ് ഒരു ടാപ്പ് തുറന്നിട്ട് അതിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെയാണെങ്കിൽ ഭൂലോകത്ത് ഒരു സസ്യലതാദിയും മുളച്ചു പിടിച്ചു നിൽക്കില്ല. മറിച്ച് അതിൻ്റെ കാണ്ഡം മണ്ണിലേക്ക് ആഴ്ന്നു ഊർന്ന് ആ ചെടിക്ക് മരത്തിന് ബലം നൽകുന്ന രൂപത്തിലാണ് മഴ നാല് ഭാഗത്തു നിന്നും അതിനെ ആട്ടി ഉലച്ചുകൊണ്ടാണ് പെയ്യുന്നത്. ആ അള്ളാഹു തന്നെ അത് അപ്രതീക്ഷിതമാണ് എന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് അനിയന്ത്രിതവുമാണ്. മറ്റെല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ പോലും ചില ഘടകങ്ങൾ, അതിലൊന്ന് മഴ, വെള്ളം, കാറ്റ്, തീയ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ പരിധിയുടെയും വരുതിയുടെയും അപ്പുറത്താണ്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല 5 അദൃശ്യ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ സൂറത്തുൽ ലുഖ്മാൻ അവസാനിക്കുന്ന ഭാഗത്ത് 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഇന്നല്ലാഹ ഇൻദഹു, തീർച്ചയായും അള്ളാഹുവിന്റെ അരികിലാണുള്ളത് ഇൽമുസ്സാഅ, അദൃശ്യജ്ഞാനങ്ങൾ. ഇനി ആയത്ത് വിശദീകരിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയാ, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോല് ഖംസുൻ, 5 കാര്യങ്ങളുടേത്. ലാ യഅലമു ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അതിൻ്റെ അറിവ് ഒരാൾക്കും ഇല്ല. ഗണിക്കാം, ഗുണിക്കാം, പലതും നമുക്ക് അനുമാനിക്കാം, നിരീക്ഷിക്കാം. ആ നിരീക്ഷണത്തിന്റെയും അനുമാനത്തിന്റെയും ഗുണനത്തിന്റെയും ഹരണത്തിന്റെയും ഒക്കെ അപ്പുറത്താണ് അള്ളാഹിന്റെ കണക്ക്. അള്ളാഹുവിന്റെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി അള്ളാഹുവിന്റെ ആ വചനങ്ങൾ ഓരോന്നോരോന്ന് ഈ ഹദീസിൽ കൂടി കാണാൻ പറ്റും. അതിൽ ഒന്ന് തഫീദുൽ അർഹാമു ഇല്ലല്ലാഹ്, ഗർഭാശയത്തിൽ വളരുന്നതിന്റെ അറിവ് അള്ളാഹുവിന്റെ അരികിൽ മാത്രമാണുള്ളത്. അപ്പൊ നമുക്കൊക്കെ പറയാൻ പറ്റുന്നത് എക്സും വൈയും വരെ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഘടനയ്ക്ക് അപ്പുറം, അതിന്റെ സ്വഭാവം, അതിന്റെ IQ പവർ, അതിന്റെ ശാരീരികമായ ഘടനയ്ക്ക് അപ്പുറമുള്ളത് അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. നേരത്തെ പറഞ്ഞ മഴയോ നമുക്ക് അളക്കാം, തൂക്കാം, പക്ഷെ ആ തൂക്കത്തിനും അപ്പുറമാണ് മഴയുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായിട്ട് വലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ അറിവും അള്ളാഹുവിന്റെ അരികിലാണുള്ളത്. ഇതൊക്കെ ആയത്തിലുണ്ട്, വിശദീകരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കിയിട്ട് പറയും ഇൻഷാ അല്ലാഹ്, അള്ളാഹു വിജയിപ്പിച്ചു തരാനുള്ള പ്രാർത്ഥനയാണെന്ന് തോന്നിപ്പോകും. അല്ല, അത് സമ്പൂർണമായി നടപ്പിലാകേണ്ടത് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ നിഅ്മത്തും അള്ളാഹുവിന്റെ ഫളലും അതിൽ കൂടി ഒഴിഞ്ഞ് എന്റെ അരികിൽ എത്തിയെങ്കിൽ മാത്രമാണ് അത് സക്സസ് ആവുക. മൂന്നാമത് വലാ യഅലമു മതാ യഅതിയൽ മതർ അഹദുൻ ഇല്ലല്ലാഹ്, അവിടെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി കൂട്ടി പറഞ്ഞു. എന്ത്? വലാ യഅലമു, അറിയുകയില്ല, മതാ യഅതിയൽ മതർ, മഴ എപ്പോഴാ പെയ്യുക എന്നുള്ളത്. അഹദുൻ, ഒരാൾക്കും ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ. അതിൽ നിന്ന് എത്ര തുള്ളി അവനവന്റെ ശരീരത്തിലാകണം, എത്ര തുള്ളി മുഖത്ത് വീഴണം, എത്ര തുള്ളി വീഴാതെ ഇരിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിന് മുമ്പേ ഈ ഓഗസ്റ്റ് 8-ാം തീയതി 4 മണിക്കുള്ള മഴയിൽ എത്ര തുള്ളി അവനവൻ അവകാശപ്പെട്ടാണ് പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട്.
അത് മറ്റൊരാൾക്കും അറിയുകയില്ല. നാലാമത് പറഞ്ഞു വലാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂതു ഇല്ലല്ലാഹ്. നാളെ എവിടെ വെച്ചാണ് മരിക്കുക, മരിക്കുമെന്നുള്ള ഉറപ്പാ. അത് ഹോസ്പിറ്റലിലാവാം, എല്ലാ സുരക്ഷിതത്വവും സംവിധാനവുമുള്ള ആ ഹോസ്പിറ്റലിൽ നിന്ന് വൈദ്യശാസ്ത്രം പറയുന്നു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കും. നമ്മൾ ആശ്വസിച്ചു, കാരണം കഴിഞ്ഞല്ലോ, ഇനി ഏറി വന്ന വീട്ടിലെത്തി ചില്ലറ ദിവസങ്ങൾ കൂടി. പക്ഷെ ആ മയ്യത്ത് അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തി വീട്ടിലേക്ക് എത്തുന്നില്ല. ഇടവഴിയിൽ വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ സമയം തീർന്നിട്ടുണ്ട്. റൂഹ് നഷ്ടപ്പെട്ടു, ജഡം അല്ലെങ്കിൽ മയ്യത്ത് മാത്രമാണ് വീട്ടിലേക്ക് എത്തുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മരിക്കുമെന്നുകൊണ്ടല്ല, മറിച്ച് എന്താ അറിയില്ല. എവിടെ ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നുള്ളത്. ഈ അടുത്ത് നമ്മൾ കണ്ടില്ലേ, ഉമ്മയും വേണ്ടപ്പെട്ട ബന്ധുക്കളും റീൽസ് എടുക്കുന്നതിനിടയിൽ കയ്യിലെ കുഞ്ഞു വിരലിൽ നിന്ന് വഴുതിപ്പോയി. കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ഒന്ന് കാൽ വഴുതിപ്പോയി. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കേവലം ആലങ്കാരികമായ പദപ്രയോഗങ്ങളല്ല, അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു? ഒറ്റ സംഭവം പറയാം. മഹാനായ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ലോകത്ത്. അന്ന് വരെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് ഒരു വടി ഇങ്ങനെ നാട്ടിവെച്ച് അതിൽ ചാരിയിരുന്ന് ലോകത്തുള്ള മുഴുവൻ ജിന്നുകളും മറ്റുതര വസ്തുക്കളെയും കൊണ്ട് സംവിധാനം എന്ന രൂപത്തിൽ ഒരു പള്ളി ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക, ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ നിർമ്മിതിയിലാണ്. അദ്ദേഹം മരണപ്പെട്ടു. തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയ്ക്ക് അറിയില്ല ഞാൻ മരിച്ചിട്ടുണ്ടോ, നമ്മൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നേരം വെളുത്ത് അവളെണീറ്റ് പോയി ഉളു ചെയ്തു, നിസ്കാരം കഴിഞ്ഞു, നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ തട്ടി വിളിക്കുമ്പോഴാണ് കാറ്റുപോയി എന്നറിയാം. കൂടെ യാത്ര ചെയ്യുന്ന ആളോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിച്ച അയാൾ ഉറങ്ങിപ്പോയി എന്നാണ്. കുറച്ചു കഴിഞ്ഞിട്ടും അയാൾ ഉണരുന്നില്ല. അയാളുടെ അവസാനത്തെ ഉറക്കമാണത്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി. ഇങ്ങനെ പലതും ഭൂലോകത്ത് നിന്ന് മരിക്കും. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചത് ആ ഭാഗത്തുള്ള ഒരാളും അറിഞ്ഞില്ല. പക്ഷെ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞ ചിതൽ വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ മയ്യത്തിന്റെ മണം പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ മരത്തിന്റെ പടിയിൽ മയ്യത്ത് കിടത്തുകയാണെങ്കിൽ അതിന്റെ അടിയിൽ വല്ല മണ്ണെണ്ണയുടെ തുണിയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ പാത്രമോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മുട്ടാത്ത എന്തെങ്കിലുമൊക്കെ വെച്ച് ഉയർത്തി വെക്കുന്നത് അത് വന്ന് തിന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നുള്ള വിവരം ചെതൽ അറിയുകയും ഈ നാട്ടി വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഊന്നുവടി ഇവർ തിന്നറുക്കുകയും ചെയ്തു. അവസാനം പ്രവാചകൻ ആ വടി നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് മയ്യത്തായിട്ട് വീണപ്പോഴാണ് കൂടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ശക്തികൾക്കും മനസ്സിലായത് സുലൈമാൻ നബിയുടെ കഥ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞത് അള്ളാഹ് പറഞ്ഞത് ബി അയ്യി അർളിൻ തമൂത്ത്. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് എന്ത്, 4 സെന്റ് സ്ഥലം അതിലൊരു വീട്, എന്നിട്ട് അവിടെ ജീവിച്ച് അവിടെ തന്നെ കിടന്ന് മരിക്കാന്നൊക്കെ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വപ്നമാണ്, യാഥാർത്ഥ്യമായിക്കൊള്ളണം എന്നില്ല. കാരണം എന്താ അള്ളാഹ് പറയാ ബി അയ്യി അർളിൻ തമൂത്ത് ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അയാൾ എവിടെ മരണപ്പെടുന്നു എന്ന് അറിഞ്ഞുകൂടാ. വയഅലമു മതാ തഖൂമു അൽ മതറു അസ്സാഅ. അവസാനം പറഞ്ഞതാ ഇനി അന്ത്യദിനം എപ്പോഴാണ് സംവിധാനം ഒരുക്കി വരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിഅമത്തിൽ ഒന്ന് അൽ മതറു, മഴ. അതെന്താ? മനുഷ്യന് അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 56-ാമത്തെ സൂറത്തുൽ വാഖിയയിലെ 3 ആയത്തുകളിൽ കൂടിയാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. 68, 69, 70. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ വായിലേക്ക് വെക്കാനെടുക്കുന്ന ഒരു ഗ്ലാസ്സിലെ കുടിവെള്ളത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് മുസ്ൻ എന്ന് പറയുന്ന കാർമേഘത്തിൽ നിന്ന് ഇറക്കിയത്, അതല്ല നാം ആണോ? വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മളൊക്കെ കിണർ കുത്തിയിട്ടാണ് വെള്ളം എടുക്കുക, കുഴിയിലാണ് വെള്ളം എന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതിയിലാണ് അതിൻ്റെ താഴ്വേര് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. മലയിൽ നിന്ന്
സയൻസ് പഠിപ്പിക്കുക. മലയിൽ നിന്ന് ചോലയായി, അരുവിയായി, പുഴയായി, വലിയ പുഴകളായി കടലിലെത്തി. അപ്പൊ ഈ തുടക്കം എവിടെയാ? ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുക. ആ ആകാശത്തു നിന്നും പർവ്വതങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? വലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ ഇന്ന് കുടിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥ എന്താണെന്നറിയോ? ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണ്ണ് മാറിയാൽ കുറച്ച് അങ്ങോട്ടും കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററിന് വിലയില്ലാത്തൊരു രാജ്യമായി തീരും. നമ്മുടെ കുടിനീര് ഒന്നുമല്ലാതായി മാറും. അള്ളാഹ് ചോദിക്കുക, ഈ ഭൂപ്രകൃതിയിൽ അങ്ങനെ സ്വച്ഛമായി സുന്ദരമായി കുടിച്ചിറക്കാൻ കഴിയുന്ന തണുത്ത നീരുറവ നാം നൽകിയതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് അതൊന്ന് ഉപ്പുനീരാക്കിയിരുന്നെങ്കിൽ അൽഹംദുലില്ലാ, അവിടുന്ന് നമ്മളെ രക്ഷപ്പെടുത്തി. ഫലൗലാ തഷ്കുറൂൻ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നില്ല? വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ, ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ഒരു ഔപചാരികതയല്ല. അത് തിന്നിറക്കാൻ കഴിയുക എന്നുള്ളതും കുടിച്ചിറക്കാൻ കഴിയുക എന്നുള്ളതും വലിയ നിഅമത്താ. സാധനം കയ്യിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വായിൽ കൂടി മൂക്കിൽ കൂടിയൊക്കെ ട്യൂബിട്ടിട്ട് വെറും ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ആൾക്കാർ നമ്മളില്ലേ, അവിടെയാണ് സമൃദ്ധമായിട്ട് അളവില്ലാതെ നിലവറയും കലവറയും ഇല്ലാതെ വാരി വലിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അൽഹംദുലില്ലാഹ്ക്ക് വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഴയെ സംബന്ധിച്ച് അത് അനുഗ്രഹങ്ങൾ ആകുന്നതോടൊപ്പം തന്നെ അത് പ്രതികൂലമായ അവസ്ഥയും സൃഷ്ടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഴ ഒരു അനുഗ്രഹമായിരുന്നു. എവിടെ? ബദറിൽ മഴ പെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ചെരുവിൽ നമ്മൾ ടെന്റ് കെട്ടിയിട്ട് ഇവിടെ നിൽക്കുക എന്നാണ് വലിയ പ്രയാസമാണ്. അപ്പൊ ബദർ നമ്മൾ പഠിക്കണം കേട്ടോ. റമദാൻ മാസം 17 ബദരീകൾ ആങ്ങിട്ട് കഴിച്ചാൽ പോരാ. ഒരു കുടുംബത്തിൽ ഭാര്യ എവിടെ നിൽക്കണം, ഒരു കുടുംബത്തിൽ മക്കൾ എവിടെ നിൽക്കണം, ഒരു സ്ഥാപനത്തിലെ മാനേജർ പറയുന്നത് കേട്ട് അതിന്റെ താഴെയുള്ള അവിടുത്തെ തൊഴിലാളികൾ അവിടെ നിൽക്കണം, ഒരു സ്കൂളിലെ എച്ച്എം പറഞ്ഞാൽ ബാക്കിയുള്ള അധ്യാപകർ എന്തു ചെയ്യണം എന്ന് കേവലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതൊന്ന് കൂടിയാലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടിയാലോചിക്കാൻ കൂടെയുള്ള ആളുകളെക്കാൾ ഉപരി ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റ് കെട്ടിയത് മലയുടെ ചെരുവിലാണ്. ഒരു മഴയെങ്ങാനും പെയ്താൽ നമ്മളാകെ പ്രയാസപ്പെടുമല്ലോ റസൂലുള്ളാഹി, ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഈ സമതലം അല്ലാത്ത, എന്നാൽ മറ്റുള്ള മുശ്രിക്കുകളോ അവർ താഴെ ഗ്രൗണ്ട് പോലെയുള്ള ഭാഗത്താണ് ടെന്റ് അടിച്ച് അവിടെ അറുക്കുകയും തിന്നുകയും കുടിക്കുകയും ബാക്കി എല്ലാ സംവിധാനങ്ങളും ചെയ്ത് തട്ടഹസിക്കുന്ന അവസ്ഥ ഈ സാധുക്കളായ 300 ചില്ലാനം ആളുകൾ കണ്ടുകൊണ്ടിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കും, നമുക്കിവിടെ കിട്ടിയുള്ളൂ. ഏത് പ്രതികൂലമായ സാഹചര്യം കിട്ടിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലും ഒരു നിഅമത്ത്, ഇതിലൊരു ഖൈറുണ്ട് എന്നുള്ളതാണ്. ആ രാത്രി മഴ പെയ്യുകയാണ്. മലയുടെ മുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബത്തിനും ഒരു പ്രയാസം ഉണ്ടായില്ല. വെള്ളം നേരെ ഒലിച്ച് ഈ ഗർത്തമാകുന്ന ഗ്രൗണ്ടാകുന്ന സമതലത്തിൽ വന്നു. അവരുടെ മൃഗങ്ങളും അവർക്കും ഒക്കെ നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ചെളിയായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പണി എളുപ്പമായി. കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇനി വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അള്ളാഹുവിന്റെ നിഅമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം നമ്മൾ പറയേണ്ടതില്ല. അവിടെ സ്വന്തം രക്തത്തിൽ പിറന്ന മകനും സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യയും വരെ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോഴും നൂഹ് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾക്കും ആ തൂഫാൻ എന്ന ജലപ്രളയം അനുഗ്രഹമായി മാറി. അതോടൊപ്പം തന്നെ ആ നിഅമത്ത് നിഖമത്തായി മാറും. അതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാറ്റും മേഘം ഇരുണ്ടുകൂടിയ അവസ്ഥയും കണ്ടാൽ ബേജാറായിരുന്നു, അസ്വസ്ഥനായിരുന്നു. കാരണം ശിക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷകളും വന്നത് ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു പ്രളയം. ഇതുപോലെ മദീന മുനവ്വറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് കുടിനീരില്ല, അതുകൊണ്ട് പ്രയാസമാണ്. ഞങ്ങൾ കാലികളിൽ നിന്നും ഒട്ടകത്തിൽ നിന്നുമൊക്കെ പാല് കറന്ന് കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി.
അവയ്ക്കും വെള്ളം കിട്ടാതെയായി അവയും ചത്തൊടുങ്ങാൻ തുടങ്ങി. ഭൂമിയിലുണ്ടാകുന്ന സർവ്വ കൃഷിയും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും ഉയർത്തി ദുആ ചെയ്തു എന്ന കൈ ഉയർത്തി ദുആ ചെയ്യാനുള്ള ഒരു തെളിവുള്ളതും. റസൂൽ ദുആ ചെയ്തു. സ്വഹാബിമാരൊക്കെ നട്ടുച്ച നേരത്താണ് ഇങ്ങോട്ട് വന്നിരുന്നതെങ്കിൽ പിന്നീട് പോകുമ്പോൾ അവരുടെ നെറ്റിത്തടത്തിൽ വരെ വെള്ളത്തിന്റെയും ചെളിയുടെയും അംശങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടി അവർ നടന്നുപോയത്. ഒരാഴ്ച തുടർച്ചയായി മഴ പെയ്തു. അതേ മനുഷ്യൻ അടുത്ത ആഴ്ച കയറി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആകെ പ്രളയമായിട്ടുണ്ട്, ഒരാശ്വാസത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ നമുക്ക് ഇപ്പോഴും കൈമുതലാക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുവേ, ഞങ്ങൾ മഴ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, നിന്റെ നിഅമത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, അത് മഴ വർഷിക്കാത്ത ഇടങ്ങളിലേക്ക്, ചുറ്റുഭാഗങ്ങളിലേക്ക് ഒന്ന് മാറ്റി ഞങ്ങൾക്കൊരു ആശ്വാസം നൽകണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദുആ ചെയ്തു. അന്ന് അതോടുകൂടി തന്നെ ആ മഴ ശമിച്ചു, അവർക്ക് ആശ്വാസം ഉണ്ടായി തീർന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ നിഅമത്ത് നിഖ്മത്തായി മാറിയതിന്റെ ഉദാഹരണങ്ങളായിട്ട് കാണാൻ പറ്റും. ഭൂമിയിൽ പ്രയാസമാണ്, പേമാരിയാണ്, വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ഉത്തരം അല്ലാഹ് പറഞ്ഞു തരും. പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ്. അതോടുകൂടി തന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ, നമ്മുടെ ബോട്ടിലുകൾ, നമ്മുടെ വേസ്റ്റുകൾ അത് ഒഴിഞ്ഞു പോകേണ്ടുന്ന ഭാഗത്ത് ഒഴിഞ്ഞു പോകാതെ എക്കൽ മണ്ണുകളായി കടലിലും കായലിലും അട്ടികൂടി കിടന്നിട്ട് ഒഴുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നിയമപരമായി അതൊക്കെ എടുക്കാൻ പാടില്ല, തടയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും ഗവൺമെന്റ് മാത്രമല്ല, സാധാരണക്കാരൻ വരെ കിട്ടുന്ന 20 രൂപയുടെ കുപ്പിവെള്ളം കുടിച്ചതിന് ശേഷം കുപ്പി റോട്ടിലേക്ക് എറിഞ്ഞാൽ ജലത്തിന് തടസ്സം ഉണ്ടാവും, അതിന് ഒഴുക്കിന് പ്രയാസം ഉണ്ടാവും. അള്ളാഹു വെച്ചിട്ടുള്ള ഭൂമിയെ നിന്നോന്നതമാക്കിയിട്ടാണ്, ഉയർന്നും താഴ്ന്നിട്ടുമാണ്. മനുഷ്യൻ എന്താ ചെയ്തത്? എവിടുന്നാ കോറിയിൽ നിന്ന് കല്ല് കിട്ടുക, അത് പൊട്ടിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ, ഇവിടെ ഈ ചളിപ്പാടത്തൊരു 25 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, എന്നിട്ട് ആ ചളി കൊണ്ടുവന്നിടും. അപ്പൊ എന്തായി? ഭൂമിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോയി, വെള്ളം കയറി, പ്രളയവും പ്രയാസങ്ങളും ഉണ്ടായി. അല്ലാഹ് പറയാ, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. ഈ കരയിലും കടലിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ്. ഇവിടെ ഒന്നും പോരാഞ്ഞിട്ടാണ് ചൊവ്വയിലേക്ക് വിട്ടത്. ഇന്നലെ തലകുത്തി വീണ് ചൊവ്വയിൽ പതിച്ചത്. ആരാ കൊണ്ടിട്ടാ? പടച്ചോൻ കൊണ്ടിട്ടതാ? അല്ല, മനുഷ്യൻ കൊണ്ടിട്ടതാ. ഇനി അതിന്റെ തിക്തഫലം എപ്പോഴാണ് അനുഭവിക്കുക? കുറച്ച് കഴിഞ്ഞിട്ട്. ഹിരോഷിമ നാഗസാകിയിൽ ബോംബിട്ട് പരീക്ഷിച്ച് ആർത്തട്ടഹസിച്ചതാ. ദുരന്തം ഇന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് യുദ്ധം എപ്പോഴും ഇങ്ങനെ മുറുകി അഴഞ്ഞ് ലൂസായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഇറാനെ പേടിയാ. കയ്യിൽ സാധനം ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിയില്ല, വേറെ വിഷയം. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ 10 കൊല്ലമല്ല 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും അനുഭവിക്കേണ്ടവൻ പിന്നീട് അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു തലമുറ മാത്രമല്ല, പതിറ്റാണ്ടുകളുടെ തലമുറകൾക്ക് വരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്ത് അത് കൃത്യമായി മനസ്സിലാക്കി പരീക്ഷണം എന്നുള്ള നിലയിൽ ഉപയോഗപ്പെടുത്തി റബ്ബിനോട് ശുക്ർ ചെയ്യുക. അതാണ് അള്ളാഹു ചോദിച്ചത്, ഫലൗലാ തഷ്കുറൂൻ, എന്തുകൊണ്ട് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല, നന്ദി കെട്ടവരായി മാറുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ നിഅമത്തുകൾ അനുഭവിച്ച് അവന് ശുക്ർ ചെയ്യുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله ثانيا بتقوى الله. وعن عبد الله بن عمر رضي الله عنه كان من دعاء رسول الله صلى الله عليه وسلم اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾ പരീക്ഷണത്തിന്റെ ഭാഗം കഴിഞ്ഞു പടപ്പുകളായ ആളുകൾക്ക് പ്രയാസങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അപകട മരണങ്ങൾ ഉണ്ടായിരുന്നോ? അത്യാഹിതങ്ങൾ ഉണ്ടായിരുന്നോ? ആത്മഹത്യ ഉണ്ടായിരുന്നോ? സഹിക്കാനും ക്ഷമിക്കാനും മരുന്നും ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു പ്രത്യേകമായ കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷയങ്ങളിലൊക്കെ സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ വളരെ വ്യക്തമായ കൃത്യമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു, ദുആകൾ എന്ന രൂപത്തിൽ. അത് റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ ഇരുന്ന് കേട്ടു, പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ടപ്പോൾ മറന്നുപോയി. അല്ല, ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യ ഈ ജുമാ കേട്ടിട്ടില്ലെങ്കിൽ ഭാര്യയോട് ഭക്ഷണം കഴിക്കുമ്പോൾ പറയും, ഇന്ന് ഖുത്ബയിൽ ഞാൻ കേട്ടത് ഇതാണ്. അതൊന്ന് പങ്കുവെക്കാൻ, തൻ്റെ പങ്കാളിയോടൊന്ന് പങ്കുവെക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് സ്വഹാബത്തിൻ്റെ അനുകരണീയമായ ഒരു മാതൃകയായിരുന്നു. അവർ വീട്ടുകാരെ പഠിപ്പിക്കും. ഒരുപാട് സംഭവങ്ങൾ സമയത്തിൻ്റെ പരിമിതിയിൽ നിൽക്കുകയാണ്. ഈ ഒരു ദുആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 2739 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. കാന മിൻ ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ സവാലി നിഅമതിക, നീ എനിക്ക് നൽകിയ നിഅമത്ത് മാറിപ്പോകുന്നതിൽ നിന്നും. വർഷങ്ങൾ കാത്തിരുന്നിട്ട് അള്ളാഹു നൽകിയ ഒരു തങ്കക്കുടത്തെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് 8 മാസം പ്രായമായപ്പോൾ കുട്ടിയൊന്ന് ചിരിച്ചിട്ട് തുള്ളിയതാണ്. ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് കുട്ടി നേരെ തലകുത്തി പോകണം. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം പോയി. വരനെ കാത്തിരിക്കുന്ന വധുവും വീട്ടുകാരും ഭക്ഷണം ഒരുക്കിയതിനു ശേഷം നിക്കാഹിന് വേണ്ടി ഉസ്താദ് വന്നിരിക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത, വരുന്ന അപകടത്തിൽ വരൻ ആക്സിഡൻ്റായി മരണപ്പെട്ടു എന്നുള്ളതാണ്. കുളിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ വില കൂടിയ സംവിധാനമായ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവനവൻ്റെ തലയിൽ തേച്ച കയ്യിൽ നിന്നൊരൽപ്പം അവിടെ വീണു, കാൽ ചവിട്ടി തെന്നി തലയടിച്ചു, വീണുപോയി. നല്ല രൂപത്തിലുണ്ടായിരുന്ന ബിസിനസ്സായിരുന്നു. ആരും കണ്ണു വെച്ചതോ കാല് വെച്ചതോ കൈ വെച്ചതോ ഒന്നുമല്ല. പക്ഷെ എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്ത് ഒരു സുപ്രഭാതത്തിൽ അത് നിഖ്മത്തായി മാറി. നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്ത് ആസ്വദിക്കാൻ ഇന്ന് കാണുന്ന ഈ ഗ്രാഫിൽ അള്ളാഹു ഇടപെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നീ നൽകിയ നിഅമത്ത് നീ പോകുന്നതിൽ നിന്ന്, നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എല്ലാ രംഗത്തും നമ്മുടെ ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വീശുന്ന കണികകളായി ദുആയെ മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയധികം ആശ്വാസം മനസ്സ് നൽകുന്ന വേറെ ദുആയിട്ട് തോന്നൂല. മറ്റൊന്ന് തഹവ്വുലി ആഫിയത്തിക, അല്ലാഹുവേ നീ നൽകി ഈ ആഫിയത്തുണ്ടല്ലോ, ഇഖാമത്ത് വിളിക്കുമ്പോൾ അത് തീരുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, നിങ്ങൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ ഇഹത്തിലും പരത്തിലും നീ എനിക്ക് ആഫിയത്ത് തരണേ എന്ന് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. വല്ലാത്തൊരു നിഅമത്താണത്. ആ ആഫിയത്തെങ്ങാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് തലകറങ്ങുന്നു എന്ന് തോന്നി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുന്നേൽക്കലുണ്ടാവില്ല. പാരലൈസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുക. സർജറി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് അള്ളാഹു വെച്ച ശ്വാസോച്ഛ്വാസത്തിന്റെ അളവ് കുറഞ്ഞു പോയിട്ട് തിരിച്ചെടുക്കാനാവാതെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് തോളിലേക്ക് ഇട്ടിട്ട് ഐ ആം റിയലി സോറി എന്ന് പറയും. 9 ചില്ലാനം മാസം നോക്കിയ കുഞ്ഞിനെ ഇപ്പൊ പ്രസവിക്കുമെന്ന് കരുതിയിട്ട് കാത്തിരുന്നപ്പോൾ കഴുത്തിൽ നിന്ന് പൊക്കൽ കൊടിബന്ധം വേർപെട്ട് പുറത്തേക്ക് വരുന്നതിന് പകരം അതിന് സാധിക്കാതെ വന്നാൽ നമ്മുടെ സന്തോഷങ്ങൾ കെട്ടടങ്ങിപ്പോകും. കറുത്ത കൂരിരുട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി കെട്ടതുപോലെ നമ്മുടെ ജീവിതം കറുത്തുപോകും. അതില്ലാതിരിക്കാൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഹവ്വുലി ആഫിയതിക, നീ എനിക്ക് എൻ്റെ ശരീരത്തിൽ നൽകിയ ഈ ആഫിയത്ത് മാറ്റിമറിക്കപ്പെടുന്നതിൽ അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഫുജഅതി നിഖമതിക, അതുപോലെ തന്നെ പെട്ടെന്ന് നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, അത് കാറ്റാകാം, മഴയാകാം, വൈദ്യുതിയുടെ ലൈൻ പൊട്ടി വീണതാകാം, ഇന്ന് വരെ ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് വൈകുന്നേരം മാനേജർ ടെർമിനേഷൻ ലെറ്റർ തരുന്നതാകാം. ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകാം. അല്ലാഹുവേ നിന്റെ പക്കൽ നിന്നുണ്ടായ എല്ലാവിധ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, സാധാരണക്കാരായ ഞാനും നിങ്ങളുമൊക്കെ ഇത് പഠിക്കുകയും അവനവൻ്റെ മക്കളെ പഠിപ്പിക്കുകയും നിരന്തരമായി അവർ കേൾക്കുന്ന രൂപത്തിൽ ദുആ ചെയ്യുകയും അവരുടെ മനസ്സിലത് തറഞ്ഞു നിൽക്കുകയും ചെയ്യണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദുആ കൈമുതലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി നമ്മിൽ നിന്ന് വന്നുപോകുന്ന
പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന ഇരു ലോകത്തും അത് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മസ്ജിദിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹ്ഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരണം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.